ഓർക്കാട്ടേരി ശിവ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആരോപണങ്ങളിൽ മറുപടിയുമായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ. ജീർണോദ്ധാരണ കമ്മിറ്റി ക്ഷേത്രത്തിൽ എന്ത് ചെയ്തെന്ന ചോദ്യം ചോദിച്ച ഇവർ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്നും നിയമപരമായി തടയുമെന്നും പറഞ്ഞു. മാത്രമല്ല, വർഷങ്ങളായി ക്ഷേത്രത്തിൽ എല്ലാ വകയിലും ലഭിക്കുന്ന വരുമാനവുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. നമസ്കാരം. ഓർക്കാട്ടേരി ശിവ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സംഗതികളുടെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഓർക്കാട്ടേരി ശിവ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഒരുപക്ഷെ കലികാലം ഞങ്ങൾക്ക് വരദാനമായി തന്ന ഈ പുണ്യദേശം ഓർക്കാതെ ഞങ്ങൾക്ക് കിട്ടിയ പുണ്യം ഓർക്കാട്ടേരി. കാട്ടിൽ കിടക്കുന്ന കൊട്ടിയൂരപ്പൻ്റെ ചൈതന്യത്തെ തറവാടുമായും ഭക്തജനങ്ങളുമായും ബന്ധപ്പെടുത്തിയ അമ്മ, ഇടത്തിൽ തറവാട്ടിലെ അമ്മ 1944 ഓർക്കാട്ടേരി ഇടം വകയുള്ള സ്വത്തുക്കളുടെ പാർട്ടീഷൻ, കുടുംബ പാർട്ടീഷൻ നടക്കുമ്പോൾ ഗണപതി ദേവസ്വം എന്ന പേരിൽ മാറ്റി വെച്ച ഈ പുണ്യഭൂമി അന്ന് കാരണവരായിരുന്ന അപ്പയെന്ന കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ തൻ്റെ അധീനത്തിലുള്ള ഭൂമി കുടുംബ പാർട്ടീഷൻ നടക്കുന്ന സമയത്താണ് ഗണപതി ദേവസ്വമായി മാറ്റിവെച്ചത്. ഇതിൻ്റെ പൂജാ കാര്യങ്ങളും ഉത്സവവും ഭംഗിയായി നാൾക്കുനാൾ അഭിവൃദ്ധിയോടുകൂടി മുന്നോട്ട് പോയി. കാലങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ 1985 നമ്മളുടെ ക്ഷേത്രം അതിൻ്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി, പുനരുദ്ധാരണത്തിനു വേണ്ടി ഞങ്ങളുടെ കാരണവരായ EKS നമ്പ്യാർ അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിൽ വന്നപ്പോൾ ഭക്തജന കൂട്ടായ്മയുടെ സഹകരണത്തോടുകൂടി പ്രദേശത്തിലെ എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ഒരു കമ്മിറ്റി എന്നത് ഒരു സൊസൈറ്റി എന്ന പേരിൽ ഫോം ചെയ്തുകൊണ്ട് ഇതിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം പ്രദേശത്തിലെ എല്ലാ വ്യക്തികളെയും, രാഷ്ട്രീയത്തിലുള്ള എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തറവാടിൻ്റെ മാത്രം സർവാധിപത്യമല്ല, എല്ലാവരും ഒരു ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് അഭിവാജ്യ ഘടകങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ വികസനം ജനങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ ക്ഷേത്രം നല്ല നിലയിൽ കൊണ്ടുപോകാൻ കമ്മിറ്റി ഫോം ചെയ്ത് ക്ഷേത്ര പണികൾ ആരംഭിച്ചു. പക്ഷേ അവിചാരിതമായി 1991 ഈ കമ്മിറ്റിയുടെ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു കേസ് ക്ഷേത്രത്തിലെ കർമ്മികളായിട്ടുള്ള തെരുക്കാരുമായി നടന്നു. പക്ഷേ ഓർക്കാട്ടേരി ഇടത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായൊരു ആധിപത്യം ഒരിക്കലും തറവാട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ സഹകരണം ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഇതിനൊരു പുരോഗമനം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് ഈ സൊസൈറ്റിയും, ഇടത്തിൽ ഊരായ്മയിലുള്ള സൊസൈറ്റിയും തെരുവ് നിവാസികളുമായി ഒരു കേസുണ്ടായി. ആ കേസിൽ ഈ സൊസൈറ്റി വിജയിക്കുകയും 9 വർഷക്കാലം തെരുവ് നിവാസികൾ ഇതിൽ നിന്ന് മാറി നിന്നു. അതിനുശേഷം വീണ്ടും ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റി വിപുലമാക്കി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അതിനുശേഷം ഇതിലുള്ള 2 പ്രധാന വ്യക്തികൾ ഈ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ള, ഒന്ന് EKS നമ്പ്യാർ എന്നതും ഒന്ന് JJ നമ്പ്യാർ. ഇവർ 2 പേരുമാണ് ഇങ്ങനെ കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ട് ഇതിനെ നല്ല നിലയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ 85 ശേഷം 91 തെരുക്കാർ മാറി. അതിനുശേഷം 2003 ഇതിൻ്റെ താളം തെറ്റിയ ഒരവസ്ഥ ഈ കമ്മിറ്റി 2003 വരെ വളരെ ഭംഗിയായി ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പോയി. 2003 ശേഷം ഞങ്ങളുടെ കാരണവർ മരണപ്പെടുകയും പരമ്പരാഗതമായി ഈ ട്രസ്റ്റിൻ്റെ ബയലോയിൽ തറവാടിലെ 2 വ്യക്തികൾ, അതായത് ഹെഡ് ഓഫ് ദ ഫാമിലിയിലുള്ള മൂത്ത ആളും രണ്ടാമത്തെ ആളുമാണ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമായിട്ട് ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. പക്ഷേ ഇവരുടെ മരണത്തിന് ശേഷം
വൈസ് പ്രസിഡൻറ്റ് എന്ന സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് പ്രസിഡൻറ്റിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണതയാണ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനുശേഷം കാലങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതിലൊരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇതിൻ്റെ ആദ്യത്തെ ബയലോയിൽ ഓർക്കാട്ടേരി ഇടത്തിലെ കാരണവർ മൂത്ത ആളായിരിക്കും ഇതിൻ്റെ പ്രസിഡൻറ്റ് ആജീവനാന്തം എന്നത് ഈ ബയലോയിലുണ്ടായിരുന്നു. പക്ഷേ 2003 ഒരു എമൻമെൻറ്റ് വരുത്തിയിട്ട് ഈ ഒരു സ്ഥാനം, കാരണവർ എന്ന ആ ഒരു സ്ഥാനം പരമ്പരാഗതമായ അല്ല എന്ന തരത്തിലേക്ക് ഇവർ മാറ്റി കമ്മിറ്റിയുള്ള ചില അംഗങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഭക്തജനങ്ങളും തറവാട്ടിലെ അംഗങ്ങളും മനസ്സിലാക്കി. അങ്ങനെ ഈ കമ്മിറ്റിയുടെ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി, ക്ഷേത്ര ജീർണോദ്ധാരണത്തിന് വേണ്ടി ഈ ഫോം ചെയ്ത കമ്മിറ്റി മന്ദഗതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ഭക്തജനങ്ങൾ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളുണ്ടായി. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുള്ള ചെറിയൊരു പ്രവണത ഭക്തന്മാരുടെ ഇടയിൽ ഉണ്ടായി. ഇവരുമായിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇതിൻ്റെ മന്ദഗതിയിലുള്ള പോക്ക്, തറവാടിനെ ആചാരങ്ങളെ, രണ്ടാമതായിട്ട് ഇവർ ആചാരങ്ങളെ, നമ്മളെ തറവാടുമായി ബന്ധപ്പെട്ട ആചാരങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ശ്രമമാണ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ അൺഓതറൈസ്ഡ് കമ്മിറ്റി, ഞാൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷേത്രഭരണം കൈയാളുന്ന ഇല്ലീഗലായിട്ട് കൈയാടിക്കൊണ്ടിരിക്കുന്ന ഈ കമ്മിറ്റിയാണ് അൺഓതറൈസ്ഡ് കമ്മിറ്റി. അവരാണ് ഈ തറവാട് ശരിക്ക് ഓർക്കാട്ടേരി ഇടവും നമ്മളുടെ തറവാടുമായി നമ്മളുടെ അമ്മയ്ക്ക് കിട്ടിയ ചൈതന്യമൂർത്തിയായ ദേവനെ ഒരുപാട് ആചാരങ്ങൾ, ഇതിൻ്റെ ഉത്സവത്തിൻ്റെ ഈ പ്രാരംഭത്തിലുള്ള എല്ലാ ചടങ്ങുകളും ഞങ്ങളുടെ വീട്ടിൽ തറവാട്ടിൽ നിന്നാണ്. കൊടിക്കൂറ എഴുന്നള്ളത്തും തൊട്ട് അരിചെരിയുന്ന കർമ്മങ്ങൾ വരെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ഞങ്ങളുടെ തറവാട്ടിൽ നിന്നാണ്. അപ്പം ഈ കമ്മിറ്റിയിൽ 2003 ശേഷം ഈ 22 വർഷക്കാലമായിട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഒരുപാട് ആളുകൾ ഇതിൽ മരണപ്പെട്ടു. ഇവർ പകരമായി ഇഷ്ടമുള്ള ആളുകളെ ഈ കമ്മിറ്റിയിലേക്ക് ചേർത്തു. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴൊന്നും ഈ ഞങ്ങളുടെ ഉരായ്മയുള്ള ക്ഷേത്രത്തിൽ ഞങ്ങളുടെ അംഗങ്ങളോട് ആരോടും ചോദിക്കാതെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തത്. അപ്പോൾ 2003 ശേഷം ഈ കമ്മിറ്റിയിലുള്ള പ്രവർത്തനങ്ങളിൽ സംശയം തോന്നിയ ഞങ്ങൾ കമ്മിറ്റിക്കാരുമായി പലതവണ ബന്ധപ്പെട്ടു. പക്ഷേ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ല. 2023 ഈ ക്ഷേത്ര ഉത്സവ സമയത്ത് ഓർക്കാട്ടേരി ഇടത്തിൽ നിന്നും കൊടിക്കൂറ എഴുന്നള്ളത്തം എന്ന പേരിൽ ഈ തറവാടിൻ്റെ പേര് ആദ്യമായിട്ട് ഇവർ ഇല്ലാതാക്കി. ഈ 2 വർഷത്തിനുള്ളിൽ കൂടുതലായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും നമ്മളുടെ ഈ ഓർക്കാട്ടേരി ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ യഥാർത്ഥ ചൈതന്യത്തിൻ്റെ പാതി അംശം കുടികൊള്ളുന്നത് ഞങ്ങളുടെ തറവാട്ടിലാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കൊടിക്കൂറ എഴുന്നള്ളത്തത്തിൽ ദേവിയുടെ പകുതി ചൈതന്യവും ഈ ക്ഷേത്രത്തിലെ ഉത്സവ നടക്കുന്ന സ്ഥലത്തേക്ക് ഈ തെരുക്കാരും മറ്റു ആൾക്കാരും വന്ന് തറവാട്ടിലെ ഊരാളനെയും ദേവിയെയും ആനയിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി കൊടികെട്ടിയാണ് ഇതിൻ്റെ ഉത്സവം നടക്കുന്നത്. അപ്പോൾ ആചാരങ്ങളുടെ ഒരു ഭംഗാണ് ആദ്യമായിട്ട് ഉണ്ടായത്. അതിനുശേഷം ഈ കമ്മിറ്റിയിൽ നമുക്ക് ഭക്തന്മാർക്ക് സംശയം തോന്നിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ തറവാട്ടിലെ എല്ലാ അംഗങ്ങളും ഭക്തജന കൂട്ടായ്മയും കോഴിക്കോട് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ഒരു വിവരാവകാശം നൽകുകയും അവിടെ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായി. കാരണം ഈ 2003 ശേഷം ഈ കമ്മിറ്റി പുതുക്കുകയോ വർഷാവർഷം പുതുക്കുകയോ അതിൻ്റെ സത്യസന്ധമായ ഓഡിറ്റിംഗ് നടത്തുകയോ കാര്യങ്ങൾ ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം 22 വർഷക്കാലമായിട്ട് സ്വന്തം ഇഷ്ടത്തിൽ ഒരു കൂട്ടം വ്യക്തികൾ ഈ കമ്മിറ്റിയുടെ ഭരണം കൈയാളുകയാണ് ഉണ്ടായത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങളുള്ള ഈ ക്ഷേത്രം, ഒരുപാട് വരുമാനമുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ഭണ്ഡാരത്തിൽ
വളരെയധികം സംഖ്യകൾ വരുന്നുണ്ട്. ഒരുപാട് നടവരവുകൾ ക്ഷേത്രത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊന്ന് ചന്തയാണ്, ഓർക്കാട്ടേരി ചന്ത. ഈ ചന്ത ഈ പ്രദേശത്ത് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ചന്തയുടെ ഒരു ആധിപത്യം ഒരു കാലത്ത് ഓർക്കാട്ടേരി ഇടത്തിനായിരുന്നു. 1938 നമ്മളുടെ തറവാട്ടിലെ കാരണവർ പരേതനായ അപ്പയെന്ന കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരും എൻ്റെ അമ്മയുടെ അച്ഛൻ ശ്രീ കൃഷ്ണവർമ്മൻ കുഞ്ഞിത്തങ്ങളുമാണ് ഈ ചന്ത ഓർക്കാട്ടേരിയിൽ കൊണ്ടുവന്നത്. ഈ ചന്തയോടനുബന്ധിച്ച് എല്ലാ ഉത്സവത്തോടും അനുബന്ധിച്ചുള്ള ചന്ത, അനുബന്ധിച്ച് ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഒരു വരുമാനം ക്ഷേത്രത്തിന് കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇതിൻ്റെയൊക്കെ ആധിപത്യങ്ങളൊക്കെ പഞ്ചായത്തിലേക്ക് പോയപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു വലിയ വരുമാനം പെർ ഇയർ ക്ഷേത്രത്തിലേക്ക് നൽകപ്പെട്ടു. ഏകദേശം 28.5%. ഇപ്പോൾ 1 കോടി രൂപ നമുക്ക് ലാഭം കിട്ടുകയാണെങ്കിൽ 28.5 ലക്ഷം രൂപയാണ് പെർ ഇയർ ഈ ക്ഷേത്രത്തിന് കിട്ടുന്നത്. അതുകൂടാതെ ക്ഷേത്രത്തിലെ കാണിക്കകൾ, സ്വർണം ഉൾപ്പെടെ ഒരുപാട് കാണിക്കകൾ ക്ഷേത്രത്തിന് ലഭിക്കുന്നുണ്ട്. നടവരവ് വേറെയുണ്ട്. ഇങ്ങനെ ഒരുപാട് വരുമാനമുള്ള ക്ഷേത്രത്തിൻ്റെ വ്യക്തമായ ഒരു കണക്കും 22 വർഷമായിട്ട് മൂടി വെച്ചുകൊണ്ട്, കാരണം ഇതൊക്കെ ഭക്തജനങ്ങളതാണ്, ജനങ്ങളാണ് ഒരു ക്ഷേത്രത്തിൻ്റെ വികസനത്തിൻ്റെ പിന്നിൽ. അപ്പോൾ ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഏതൊരു കമ്മിറ്റിക്കുണ്ട്. പക്ഷേ ഈ കമ്മിറ്റി വ്യക്തമായൊരു രൂപം ഒരിക്കലും ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് വെച്ചില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ല. ഈ ഒരു അവസരത്തിലാണ് ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ താളം തെറ്റിയ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ തറവാട്, ഞങ്ങളുടെ അംഗങ്ങളും ഭക്തജന കൂട്ടായ്മയും ഒരു ട്രസ്റ്റ് ഫോം ചെയ്തത്. ക്ഷേത്രത്തിൻ്റെ ഭാവി നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളൊരു ട്രസ്റ്റ് ഫോം ചെയ്തുകൊണ്ട് ഇതിന് എതിരായിട്ടുള്ള 23 വർഷമായി പുതുക്കാത്ത കമ്മിറ്റി, ഈ ഇൻവാലിഡ് കമ്മിറ്റിക്കെതിരായി നമ്മൾ മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ മുനിസിപ്പൽ കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തത് ഈ കമ്മിറ്റി ഇൻവാലിഡാണ് എന്ന് കാണിച്ചുകൊണ്ടാണ്. പക്ഷേ ഇൻവാലിഡായ കമ്മിറ്റിക്ക് ഇവർ മുകളിൽ നിന്ന്, ഗവൺമെൻറ്റിൽ നിന്നും ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വാങ്ങിയിട്ട് ഇതിന് ഇളവ് സമ്പാദിച്ചു. ഈ കമ്മിറ്റി വീണ്ടും പുതുക്കാൻ വേണ്ടി. പക്ഷേ ഇത് നമ്മൾ ഹൈക്കോർട്ടിൽ ഇതിന് എതിരായിട്ട് നമ്മൾ ഒരു സ്റ്റേ കൊടുക്കുകയും ഇപ്പോൾ ഓൾറെഡി ഇത് സ്റ്റേ ആണ്. ഇപ്പോൾ ഈ കമ്മിറ്റി, ഇൻവാലിഡായ കമ്മിറ്റിയെ പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൈസ മുഴുവൻ ഇവരെ എടുത്ത് വേറെന്തോ ഉപയോഗിക്കുന്നതാണോ? എന്താ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ വികസനം ജനങ്ങളതായതുകൊണ്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്ഷേത്രം പുതുക്കി പണിയാനുള്ള കാര്യങ്ങൾ. എന്നാലും ഇതിൻ്റെ ജീർണതകൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളുടെ അവസ്ഥ ഇതാണ്. ഇപ്പോഴ് ഇതിൻ്റെ ഉപക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്. അപ്പം ഈ കമ്മിറ്റി ശരിക്കും എന്ന് പറഞ്ഞാൽ ഇൻവാലിഡായ കമ്മിറ്റിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ കേസ് കൊടുത്തത്. ഇല്ല, അതായത് ആ തുകയിലേക്കാണ് ഞാൻ കടക്കുന്നത്. വലിയ തുക എന്നത് ശരിക്കും ഈ തുക ഇവർ ജനങ്ങളുടെ ഡൊണേഷൻ ഉള്ളത് കൊണ്ട് ഇത് ക്ഷേത്രം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ പൈസ എന്ത് ചെയ്തു എന്നുള്ള വ്യക്തമായൊരു കണക്ക് അവർ തരുന്നില്ല. ഈ പൈസ എവിടെ പോയി എന്നല്ല. ഈ പൈസ ഇല്ല, വി ഗോട്ട് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. നമുക്ക് ക്ഷേത്രത്തിന്റെ അല്ല, അഴിമതിയാന്ന് നമ്മൾ പറയുന്നതിന് നമ്മൾക്ക് അറിയണ്ടേ കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി. ക്ഷേത്രങ്ങൾക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞത് ജനങ്ങളുടെ സംഭാവനയാണ് ക്ഷേത്രത്തിന്റെ വികസനത്തിൽ കൂടുതലുള്ളത്. ഇതിപ്പോ സാറിന് അവിടെ അന്വേഷിച്ചാൽ അതിന്റെ വ്യക്തത വന്നിട്ടില്ല നമുക്ക് എന്താന്നല്ലേ. ആ കണക്കാണ് നമ്മൾ ചോദിച്ചത്. ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ശേഷം കാരണം അവർക്ക് കൊടുക്കാം. അതിനുശേഷം ഈ നമ്മുടെ ഒരു പകപോക്കുന്ന പോലെ നമ്മുടെ തറവാടിലെ ആചാരങ്ങൾക്ക് എല്ലാത്തിനും വിഘ്നം വരുത്തിക്കൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചതിന് ശേഷം എന്താ അവസ്ഥ ഉണ്ടായത് വെച്ചാൽ, ഈ ക്ഷേത്രം
ദേവസ്വം ബോർഡിലേക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, മലബാർ ദേവസ്വത്തിന് കൊടുക്കാൻ വേണ്ടി. അപ്പം ഈ ക്ഷേത്രം നമ്മളൊരു ചെറിയ കുട്ടി തൊട്ടിട്ട് വലിയ ആൾ വരെയും ഒരു അധികാരമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മളുടെ കുടുംബത്തിനോടോ അല്ലെങ്കിൽ ഭക്തജന കൂട്ടായ്മയോടോ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളെയോ അറിയിക്കാതെ ഇവർ ഐകകണ്ഠ്യേനെടുത്തൊരു തീരുമാനമാണിത്. ഈ തീരുമാനത്തിന് നമ്മളറിയില്ല. ഓക്കെ സാർ. സാർ, ഏതൊരു ക്ഷേത്രത്തിൻ്റെയും വികസനത്തിനോ ഏതൊരു പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇതിന് യാതൊരു രാഷ്ട്രീയവുമില്ല. ക്ഷേത്രത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ടപ്പോഴാണ് ഞാനിതിൽ ഇടപെട്ടത്. അപ്പം ഭക്തജന കൂട്ടായ്മ, ഭക്തന്മാർ, കേരളത്തിലെ എല്ലാ ഭക്തന്മാരും ഈ സംഘപരിവാറുകളാണ് സർ. ഇപ്പോൾ ശബരിമല ഇഷ്യൂ നടന്നിട്ടുണ്ട്, ശബരിമല ഇഷ്യൂവിൽ എത്രയോ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്, അതൊക്കെ ഈ സംഘപരിവാറാണോ? അപ്പോൾ ഒരു വ്യക്തിനെ നമ്മളെ വിശ്വാസം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ വ്യക്തിനെ ഒരു സംഘപരിവാർ എന്നുള്ള പേര് ചാർത്തുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. രണ്ടാമത്തെ സാറിൻ്റെ ചോദ്യം, അതായത് ഈ പറഞ്ഞ നിങ്ങളെ ഈ ചെയ്ത തന്നത് പ്രകാരം ക്ഷേത്രോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷേത്ര വിശ്വാസികളല്ലാത്ത നിലവിളക്കിനെ പോലും അംഗീകരിക്കാത്തവരെ എഴുന്നള്ളിക്കുന്നു. അതായത് ഹിന്ദുക്കളായ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ സാർ, ഞാൻ ആ ഒരു വാക്കിനുള്ള ഉത്തരം, എല്ലാ മതസൗഹാർദ്ദം നമുക്ക് ആവശ്യമാണ്, അതിനെ നമ്മൾ ഒരിക്കലും എതിർക്കുന്നില്ല. പക്ഷേ ഈ ക്ഷേത്ര സംബന്ധമായിട്ട് സംസാരിക്കുമ്പോൾ അതിനൊരുപാട് ആചാര്യന്മാരുണ്ട്. നമുക്ക് ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരുപാട് ആചാര്യന്മാരുണ്ട്, അവരെ കൂടി ഉൾപ്പെടുത്തണം. പക്ഷേ ഈ ഒരു വിരോധമാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾ വേറൊരു ഭാഗത്ത് നിന്ന് പ്രതികരിക്കും. അപ്പോൾ അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഈ വേറെ ഒറ്റൊരു പോയിൻ്റ് കൂടി സാർ പറയാം. ഈ ക്ഷേത്രം അന്യമതസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർക്കാട്ടേരി ഉള്ള പള്ളി പണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് നൽകിയതാണ്. ആ പള്ളിക്കുള്ള സ്ഥാനം, അതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ദേവിയുടെ ചൈതന്യം കണ്ടൊരു സ്ഥലമായിരുന്നു അവിടെ. അപ്പോൾ അതുമായിട്ട് ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ള ആൾക്കാരും വേണ്ടാന്നല്ല, പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരായിരിക്കണം. അതിനാൽ അല്ലാതെ സർ, കാച്ചിമുണ്ട് വാങ്ങുന്നതിന് ഒരിക്കലും നമ്മൾ തള്ളി പറയുന്നില്ല. ആചാരത്തിനെ നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് സ്റ്റേജ് പരിപാടികൾ ഉൾപ്പെടെ, പ്രഭാഷണങ്ങൾ ഉൾപ്പെടെ അവിടെ സംഘടിപ്പിക്കുമ്പോൾ ഈ ഹിന്ദുമത ആചാര്യന്മാരെ കൂടി പങ്കെടുപ്പിക്കണം. സാർ, ഇതിലൊരു ഹിന്ദുമത ആചാര്യനെ കൊണ്ട് ഒരു പ്രഭാഷണം നടത്തിയ സാർ തെളിയിക്കട്ടെ. ഒരു സ്റ്റേജ് പ്രോഗ്രാമാണ് അത്. സ്റ്റേജ് പ്രോഗ്രാം ആദ്യത്തെ സദസ് മാറ്റിയിട്ട് സാംസ്കാരിക സദസ്സാക്കിയിട്ട് നിലവിളക്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെ പരിപാടി നടത്താൻ നിലവിളക്ക് കത്തിച്ച് തന്നെയാണ് ചെയ്യാറ്. അത് ചെയ്യാണ്ടായത് 3 വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്. അതിനെതിരാണ് പ്രതിഷേധം വന്നിട്ടുണ്ട്. അയാൾ തൽക്കാലം നിലവിളക്ക് കത്തിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് വരെ പരിപാടി പങ്കെടുക്കാണ്ട് നിന്നിട്ടുണ്ട്. ഇത് അന്നത്തെ ഇഷ്യൂ ആയ വിഷയം തന്നെയാണ്. ഓട്ടീസിൽ അടിക്കുന്ന സമയത്ത് അത് സാർ, ഇത് നമ്മളെ തറവാട് മറുപടി പറയുമ്പോൾ നമ്മൾ ഇതിന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവും കാണുന്നില്ല. സത്യസന്ധമായിട്ടാണ് സാറിൻ്റെ അടുത്ത് പറയുന്നത്. ഒരു രാഷ്ട്രീയ മുഖവും ഇതിന് കൊടുക്കുന്നില്ല. ഇതിനെ സംരക്ഷിക്കുക, ഇതിനെ എല്ലാ കൂട്ടായ്മയും ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇതിൻ്റെ മേഖലയിൽ വരുമ്പോൾ നമ്മളുമായിട്ട് ഇവർ ബന്ധപ്പെട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഈ അവസ്ഥ വന്നപ്പോൾ നമ്മളെ കാരണവന്മാരാണ് ഇവരെ കമ്മിറ്റി കൊണ്ടുവന്നത്, നമ്മളുടെ കൂടെ നിന്ന ആൾക്കാരാണ്. അതിലൊരു വിഭാഗം എന്ത് ചെയ്തിച്ചാൽ അവർക്കൊരു സ്ഥാനം വന്ന് ഇന്ന രാഷ്ട്രീയം പറഞ്ഞു സാർ സംഘത്തിൻ്റെ. ഇന്ന് ഇവർ തിരികെ കാറ്റുന്നത് ഇവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടീൻ്റെ ആൾക്കാരാണ്. ഇവർ കോംപ്രമൈസിനും കാര്യങ്ങൾക്കും വിളിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. പക്ഷേ നമ്മൾ ബന്ധപ്പെടും, നമ്മൾ കുടുംബക്കാരാണ് ഇവരുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഞാനിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നമുക്കൊരു വിരോധവുമില്ല. പക്ഷേ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകണം, മുന്നോട്ട് പോകണം. പക്ഷേ ഇവരൊരു രഹസ്യ അജണ്ടയാണിത്. ഇവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മാത്രം തിരികെ കാറ്റിക്കൊണ്ട് രഹസ്യ അജണ്ട ശരിക്കുമുള്ളത് അവർക്കാണ്. നമ്മളുടെ അടുത്ത് ഇവരൊരു രഹസ്യ അജണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പം അവരെ ഇംഗിതത്തിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ കൂടി ഇതിനെ കൊണ്ടുപോകാൻ പറ്റും മുന്നോട്ട്. ഇനിയിപ്പോ ഇങ്ങനെ ജീർണിച്ച് നിൽക്കുന്നില്ല ഇപ്പൊ ക്ഷേത്രം, ഈ വിഷയങ്ങളിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഇത് ദേവസ്വം ബോർഡിന് കൈമാറുന്നതും ശരിക്കും ക്ഷേത്രം രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിനെന്തിനാ നിങ്ങൾ തടസ്സം നിൽക്കുന്നത്? ഇതിനൊരു ആചാരവും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ പോയി പോവില്ല. പക്ഷെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആചാരങ്ങളുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത പല ക്ഷേത്രങ്ങളുടെ അവസ്ഥയും നമ്മൾ കാണുന്നില്ലേ? അതെന്തുകൊണ്ടാണ് സാർ അങ്ങനെ സംഭവിക്കുന്നത്? ദേവസ്വം ബോർഡ് നമ്മൾ തള്ളി പറയുക. നമുക്കൊരു ഭരണ സംവിധാനം ഉണ്ട്. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ അത് നന്നാണെന്ന് ഇത് വേണം.
വർഷത്തെ കണക്കാക്കി ഉണ്ട് സർ. പക്ഷേ പല ക്ഷേത്രങ്ങളുടെ അവസ്ഥയും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. നമുക്കത് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റൂല. അതാണ് നമ്മൾ ഇതിനൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഭാവിയിൽ ഇപ്പം ദേവസ്വം ബോർഡ് കൊണ്ടുപോകും, നമുക്ക് എതിരാണ്. നമുക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല സർ. കമ്മിറ്റി നമ്മൾ അറിയിച്ചില്ല സർ. കമ്മിറ്റി തീരുമാനിക്കും എങ്ങനെയാണ്. സ്വകാര്യ വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്ക് മാത്രം ഇതിൻ്റെ കണക്കുകൾ അറിഞ്ഞാൽ മതിയോ? നമ്മളുടെ എല്ലാ മഹാക്ഷേത്രങ്ങളുടെ വികസനത്തിൻ്റെ പിന്നിലും ജനങ്ങളാണ്. അവരുടെ വേർപ്പൊഴുക്കിയുള്ള പൈസയാണ് അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടിടുന്നത്, അത് മാറ്റിത്തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജനങ്ങൾക്കത് അറിയാനുള്ള അധികാരമില്ലേ? പിന്നെ ഇതിൻ്റെ ഊരാളന്മാർ എന്ന തരത്തിൽ സാർ ഇപ്പോൾ ഈ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഈ ക്ഷേത്രം ഓർക്കാട്ടേരി ഇടംവക എല്ലാ വർഷവും വരെ അടിച്ചു കീക്കും. ഓർക്കാട്ടേരി ഇടംവകയുള്ള കിണർ, കുളം, ക്ഷേത്ര സ്ഥലങ്ങൾ മുതലായ എല്ലാം ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ട് ക്ഷേത്രം നോക്കി നടത്തും. പിറ്റേത്തെ വർഷം അതും ഒരു പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടുള്ള അധികാരം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെല്ലാ വർഷവും നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ പിന്തള്ളിക്കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും രാഷ്ട്രീയം അവരാണ്. പിന്നെ സാറ് ഒരു ചോദ്യം ചോദിച്ച് പഞ്ചായത്തിനെതിരാണ്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. വ്യക്തമായി ഇതിൻ്റെ കണക്കുകൾ യാഥാർത്ഥ്യങ്ങളും വരുമ്പോൾ ജനങ്ങളിലേക്ക് അത് സത്യസന്ധമായിട്ടുള്ള സംഗതികളെത്തും. ഇന്ന് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മളിപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയല്ലേ സാർ. അപ്പോൾ ഒറ്റ വാക്കിന് നമുക്കല്ല എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. പിന്നെ നമ്മളെ കാരണവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഡോക്യുമെൻറ്റുകൾ നമുക്കെതിരായിട്ട് തന്നെ ഒപ്പിടിയിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഈ കാരണവർ തന്നെ ഒപ്പിട്ട് കൊടുത്ത് ഊരാളില്ല ക്ഷേത്രത്തിന് എന്നത്. ഒരു 6 മാസം മുന്നേ ഇയാൾ വെള്ളികുളങ്ങര ബാങ്കിൽ കൊണ്ടുപോയിട്ട് സർ വൺ സെക്കൻഡ് ഒരു വെള്ളികുളങ്ങര ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒരു പേപ്പറിൽ ഒപ്പിടിച്ചാണ്, ഞാൻ രാജിവെക്കുന്ന പ്രസിഡന്റ്. ഇതൊക്കെ വളരെ മുൻപേ തന്നെ സർ ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഇറിറ്റേഷൻ വേണ്ട സർ, ചോദിക്കുകയാണെങ്കിൽ പറയാം. സർ അത്ര വിവരമില്ലാത്തൊരു വിഭാഗം അല്ലേ കുടുംബക്കാര്. സത്യസന്ധമായിട്ട് നമ്മൾ വിശ്വസിച്ചിട്ട് എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ കാരണവർ, ഇനിയിപ്പം പറയുകയാണെങ്കിൽ രാഷ്ട്രീയം പറയാം, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ദളിലായിക്കോട്ടെ, BJP-യിലുള്ള എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി ഫോം ചെയ്തത്. അല്ല, വേറൊരു കാര്യം പറയാം. അതായത് അങ്ങനെ പറയുന്നതാണെങ്കിൽ ഞാൻ പറയുന്നത് തിരിഞ്ഞിരിക്കുന്നത്, ഞാൻ LDF-ലെ ഒരു ആൾ തന്നെയാണ്. ഇങ്ങനെ ഞാൻ CPM-ൻ്റെ ആളാണ്. പക്ഷെ ഞാനുണ്ട്, അതേമാതിരി 2-3 ആൾക്കാർ വേറെ ഉണ്ട് ഇതിൽ ഈ കമ്മിറ്റിയിലന്ന്. പക്ഷെ ഇവർ അധികം ഉള്ളത് എന്താണെന്ന് പറയുന്ന കുറേ ആൾക്കാരാണ്. അതിനെപ്പറ്റി ആർക്കും ആശയമില്ല. പക്ഷെ അവരോട് ചോദിച്ചാൽ എല്ലാ കാര്യവും ചെയ്യാം, മറ്റുള്ളവരെ ചവിട്ടിറക്കുകയാണ്. ഞങ്ങളൊന്നും ചെയ്ത ഇതിൻ്റെ ഭാഗമായിട്ട് ദേവസ്വത്തിന് കൊടുക്കാൻ നമ്മൾ അനുവദിക്കില്ല. നിയമപരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. കൈമാറില്ല. നിയമപരമായിട്ട് നമ്മൾ ഇതിനൊക്കെ നേരിട്ടുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ നിജസ്ഥിതി നമ്മൾ പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അത് ഭക്തജന കൂട്ടായ്മയും ഞങ്ങളുടെ തറവാടും അതിൽ സംഘപരിവാർന്നുള്ള ഒരു പരിവേഷം അതിന് വേണ്ട. എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും നമ്മളുമായിട്ട് സഹകരിക്കുന്ന എല്ലാ പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. യാതൊരു കാരണവശാലും ഈ ക്ഷേത്ര ഭരണം ദേവസ്വം ബോർഡിന് നമ്മൾ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായിട്ട് അതിനെതിരായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഒന്ന്, പിന്നെ ഇതിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യ ജനങ്ങളിലെത്തണം. ഇതിൻ്റെ കണക്ക്, ഈ ക്ഷേത്ര വരുമാനത്തിൻ്റെ വ്യക്തമായ കണക്കുകൾ ജനങ്ങളറിയണം. പിന്നെ ഈ അൺഓതറൈസ്ഡ് കമ്മിറ്റി, നിർജീവമായിട്ടുള്ള ഈ കമ്മിറ്റി പിരിച്ചു വിട്ടുകൊണ്ട് പുതിയൊരു സംവിധാനം ആവശ്യമാണ് ക്ഷേത്രത്തിന് മുന്നോട്ട് പോകാൻ. അത് നമ്മളൊരു ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ട്രസ്റ്റുമായിട്ട് സഹകരിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മളുടെ ഇപ്പോഴുള്ള ട്രസ്റ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് തെരുനിവാസിയായിട്ടുള്ള TK ദേവദാസൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പം ഇതിലെ തെരു വിഭാഗത്തിലുള്ള ആൾക്കാർ ഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ട് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പം അതുകൂടെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നു. ഒപ്പം ഈ TK ദേവദാസനെ ഞങ്ങളുടെ തറവാടിൻ്റെയും ഞങ്ങളുടെ ഭക്തജന കൂട്ടായ്മയിലെയും എല്ലാ പിന്തുണയും എപ്പോഴും ഉണ്ടാവും. ഭ്രഷ്ട് കൽപ്പിക്കുക എന്നുള്ളൊരു ആചാരമൊക്കെ പോയി, കാലം ഒരുപാട് മാറിപ്പോയി. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.